PM ശ്രീ വന്നു. അതെങ്ങനെയാണെന്നറിയാം, ആർക്കും അറിഞ്ഞൂടാ ഏത് വിധത്തിൽ വന്നെന്ന്. ഒപ്പിട്ടു. രഹസ്യധാരണ. അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാ. അത് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കി CPI-ക്കാർ. അതേപോലെ തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ലേബർ കോഡ് അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ട് അത് വിജ്ഞാപനം ചെയ്തു. ആ ഒരു മനുഷ്യനെ അറിഞ്ഞില്ല. ഗസറ്റ് നമ്മളാരും വായിച്ചു നോക്കത്തില്ല സാധാരണഗതിയിൽ, അങ്ങനെ അത് സംഭവിക്കുന്നത്. അതിലും ആരും അറിഞ്ഞില്ല, രഹസ്യമായിട്ട്. കാരണം ഇതിവിടെ ലേബർ കോഡെന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കോടയാ മാടയാണ്, ഇതും ജനങ്ങളെ ഉപദ്രവിക്കാനാണ്, തൊഴിലാളി വിരുദ്ധമാണ് എന്നെല്ലാം പ്രസംഗിച്ച് നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളം ആദ്യം ഈ പണി അങ്ങ് ചെയ്തു വെച്ചു. ആരും അറിഞ്ഞില്ല, വളരെ രഹസ്യമായിട്ട്. അത് ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രീ ശിവൻകുട്ടി പറഞ്ഞു, അത് നടപ്പാക്കിയതായിട്ട് വരുമ്പം ഇതങ്ങ് നടപ്പാക്കണ്ടേ എന്ന് പറഞ്ഞാൽ അവർ നടപ്പാക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്തേക്കാണ്. എതിർക്കുന്ന ആളുകളാണ്. ഇവരുടെ ഇരട്ടത്താപ്പ് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇതൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാത്തതാണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് ഇതും കഴിഞ്ഞതിന് ശേഷം ഇന്നലെ യഥാർത്ഥത്തിൽ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. മുഖ്യമന്ത്രി പങ്കെടുത്തു അതിനകത്ത്. അപ്പോൾ അവിടെ പറഞ്ഞു അതേ ഒരു സമവായം വേണ്ടി വരും. എന്തോ സമവായം? ഗവർണറുമായിട്ട് അങ്ങ് ഒത്തീർപ്പുണ്ടായി. ഗവർണർ പോയി കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവർണർ പോയി അങ്ങ് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ 2 മന്ത്രിമാരെ വിട്ടു. ആദ്യത്തെ ടെസ്റ്റ് ഡോസ് ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി ബിന്ദുവും അങ്ങോട്ട് പോയി. അവിടെ ചെന്നു സന്ദർശനമൊക്കെ നടത്തി. പക്ഷേ അതുപോലെ അവരിലെ പട്ടിക്കുട്ടിക്ക് അന്തയ്ക്ക് തിരിച്ചു വന്നു. ഗവർണർ പറഞ്ഞാൽ അത് നടക്കത്തില്ല. സുസ തോമസിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇവർക്ക് സമ്മതിക്കാൻ ഒക്കത്തില്ല. സാങ്കേതിക സർവകലാശാലയുടെ VC ആയിട്ട് സുസ തോമസിനെ പറ്റുകയില്ല എന്ന് പറഞ്ഞു. സുസ തോമസിനെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, നേരത്തെയുള്ള ഗവർണർ, ഇവരെ പിടിച്ച് ഇടക്കാല VC ആയിട്ട് നിയമിച്ചു. അതാണ് കാര്യം. താൽക്കാലിക VC ആയിട്ട് നിയമിച്ചു. അതോടുകൂടി ഇവർ ശ്രീ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിട്ടങ്ങ് മാറി. എന്തായാലും ഇവരെ പറഞ്ഞയക്കണം എങ്ങനെയെങ്കിലും. ഗവർണർ ഒറ്റ പിടി പിടിച്ചു. ഇപ്പോഴത്തെ ഗവർണർ സുസ തോമസിനെ തന്നെ നിയമിക്കണം. അവസാനം സുപ്രീം കോടതി ആളുകളെ നിയമിക്കും എന്നുള്ളൊരു ഘട്ടം വന്നു. സുപ്രീം കോടതി വന്നപ്പോൾ ഗവർണർ സുപ്രീം കോടതിയെ ക്രിട്ടിസൈസ് ചെയ്തു. കോടതിയാണോ ഇത് തീരുമാനം എടുക്കേണ്ടത്? ഗവർണറല്ലേ, ഗവർണർ അധികാരം കൈയാളുകയാണ് കോടതി എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു. വല്ലതും വാങ്ങിച്ച് കെട്ടിയാണ് കേട്ടോ അവിടുന്ന്. പക്ഷേ അതിനുള്ള ഇട വന്നില്ല. അവിടെ ഈ കേസ് തീരുമാനമായാൽ എന്ത് വരും എന്നുള്ളത് നമുക്കൊരു ഊഹമുണ്ട്. കാരണം ഇത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടെ തീരുമാനിച്ചു കൊടുത്തേക്കുന്ന ആ ലിസ്റ്റ്, അത് ആ മുഴുവൻ സുപ്രീം കോടതി നിയമിച്ചേക്കുന്ന കമ്മീഷൻ ആ തീരുമാനിച്ച ലിസ്റ്റാണ്. ആ ലിസ്റ്റിലുള്ള ആളുകളെയാണ് ഗവൺമെൻറ് നിയമിച്ചത്. യഥാർത്ഥത്തിൽ അത് എൻഡോഴ്സ് ചെയ്യുകയാണ് ഗവർണർ ചെയ്യേണ്ടത്. ഗവർണർ അവിടെ പരാജയപ്പെടുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടെന്താണ്? പക്ഷേ ഗവർണർ വഴങ്ങിയില്ല. ആ ഒരു കാരണവശാലും നടക്കത്തില്ല എന്ന് പറഞ്ഞു. സുസ തോമസിനെ അപ്പോയിൻ്റ് ചെയ്തേ വെക്കുള്ളൂ. അവസാനം ഈ ഒരു ഗവർണർ പറയുന്നതല്ലാത്ത ഒരാൾ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരാളും പിന്നെ ഗവർണർ പറഞ്ഞ സുസ തോമസും ആയിക്കോട്ടെ, അവിടെ നിന്നു. ഇത്രയും നാളിൽ കിടന്ന് അടിമഴക്കുണ്ടാക്കിയത് എന്തിനാ പിന്നെ? അതാണ് ഒരു പ്രശ്നമില്ലാതെ കാര്യങ്ങൾ ഇപ്പം അങ്ങ് മാറുക. ആ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നും പറഞ്ഞ് വലിയ കോലാഹലവും വഴക്കുമായിരുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും പ്രശ്നമല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ഇപ്പോൾ ഇടതു മുന്നണി, അതായത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ മാധ്യമങ്ങളിൽ നിന്ന് കേട്ടത് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം അതിനാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ആ തീരുമാനം എടുത്തു, അത് എടുത്തേ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ എടുത്തില്ലേ, എന്തോ മൂക്ക് അണ്ടിച്ചൊളിയോ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവർണർ നിങ്ങളെ എന്തു ചെയ്യും? നിങ്ങൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളുടെ മേളിൽ ഗവർണർക്ക് വേറെ അധികാരങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല ഗവർണർക്ക്. അപ്പോൾ അത് നിയമപരമായിട്ട് മാത്രമേ ഗവർണർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെന്താ മന്ത്രിസഭ രുചിച്ചിട്ട് പറയാൻ പറ്റുമോ ഈ കാര്യത്തിന്? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇതിപ്പം വഴങ്ങിയേ പറ്റൂ, സമവായം വേണം, നിർബന്ധം. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാത്രം ആവശ്യമാണ് എന്ന്
മറ്റുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരും ഇതിനെ അനുകൂലിക്കാനില്ലായിരുന്നു. തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ശരിയായി. അപ്പോൾ ഏകാധിപതിയുടെ മേളിൽ നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങി, ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇത് മനസ്സിലാക്കി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ കാര്യത്തിൽ നിന്ന് ആളുകൾക്ക് എന്നും ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലം എല്ലാവരെയും എല്ലാ കാലവും കുറേ പേരെയും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം തിരിച്ചറിഞ്ഞു തുടങ്ങി ബഹുമാന്യനായ മുഖ്യമന്ത്രി നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെന്നും ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നതെന്നും ഒക്കെ മനസ്സിലായി തുടങ്ങിയ ആളുകൾക്ക് ഗവർണർക്ക് വേണ്ടി ഇങ്ങനെ വഴങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട സുസാ തോമസിനെ അപ്പോയിൻ്റ് ചെയ്തതിലല്ല ഞാൻ പറഞ്ഞത്, ഗവർണർ മുമ്പിൽ സ്റ്റൂപ്പ് ചെയ്യേണ്ട ഗതികേട് ഈ മന്ത്രിസഭയ്ക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നോ ഈ കാര്യത്തിൽ? കാരണം സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു മാറ്ററല്ലേ, ആ കേസിന് എന്ത് ദോഷം വരും? ഇനി നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആ കിടക്കുന്ന കേസിനകത്ത് ഇനി അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ പറ്റത്തില്ല, ഗവർണർ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ആ കേസിനുണ്ടാവുന്ന ഏറ്റവും വലിയ പരാജയമല്ലേ ഈ തീരുമാനം? ഈ തീരുമാനം മൂലം ആ കേസിൽ ഗവൺമെൻറ്റിനെതിരെ ഉള്ള എല്ലാ പരാമർശങ്ങളും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ അവിടെ? ഗവർണർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇനി പറയാൻ പറ്റുമോ? ഈ ഗവർണറുടെ അനാവശ്യമായ കടന്നുകയറ്റത്തെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങളിലേക്ക് അതിനെ തടയാനുള്ള ആ റിട്ട് നിലനിൽക്കുമ്പോൾ അതിനകത്ത് ഇനി സുപ്രീം കോടതിയിൽ എന്ത് പറയും? നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഞങ്ങളെ സമവായം ഉണ്ടാക്കി, ഗവർണർ പറഞ്ഞ ഒരാളെ അപ്പോയിൻ്റ് ചെയ്തു, ഞങ്ങൾ പറഞ്ഞ ഒരാളെ അപ്പോയിൻ്റ് ചെയ്തു എന്നാക്കൂ. ഏതായാലും സുസാ തോമസ് അധികാരമേറ്റു, എന്നിട്ട് പറയുകയും ചെയ്തു ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല എന്ന്. ഓർത്താലെന്താ, ഓർത്തില്ലേലെന്താ? ഏതായാലും ഇവർ കുറേ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഭാരതാംബയുടെ ചിത്രം, അതിനെ കാര്യം പറഞ്ഞപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി പറയാൻ. ഭാരതാംബയുടെ ചിത്രം വെച്ചതിനാണല്ലോ നമ്മുടെ അവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ടിരിക്കുന്ന ആൾ അനിൽകുമാർ, അദ്ദേഹം വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അതിനയാളെ സസ്പെൻഡ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എല്ലാം ചെയ്തല്ലോ അയാൾ. എന്നിട്ടും അവിടെ രജിസ്ട്രാറായിട്ടിരുന്നു. ഇപ്പം അയാൾ എന്നിട്ട് അവസാനം നിവൃത്തിയില്ലാതെ പറഞ്ഞു ഇനി ഒരു കാര്യം, ഏതായാലും സമവായമാണല്ലോ ഇവിടെ വരുന്നത്, ഞാൻ എൻ്റെ പഴയ ലാവണത്തിലേക്ക് വിട്ടേരെ. അയാൾ ഒരു കോളേജിലെ അധ്യാപകനാണ്, അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അപേക്ഷിച്ചു, എന്നേക്ക് ഡെപ്യൂട്ടേഷനിലാണ്, ഞാൻ പോവുകയാണ്, എന്നെ അങ്ങ് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അയാൾ ഏതായാലും രക്ഷപ്പെട്ടു പോയി. അയാൾക്ക് ആ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് അയാൾക്ക് പഴയ ലാവണത്തിലേക്ക് അയാളെ തിരിച്ചയക്കുന്നുണ്ട്. ഇനി അവിടെ ചാർജ് എടുക്കണമെങ്കിൽ ഈ സസ്പെൻഷൻ കഴിയണം കേട്ടോ, എന്നാലേ പറ്റൂ. ഏതായാലും ഇവിടെ വാങ്ങിച്ച് കിട്ടിയ കാര്യം കഴിഞ്ഞാലേ അത് പറ്റുള്ളൂ. അതും ഇനി സമവായമല്ലേ, അതെല്ലാം നടക്കും. ഏതായാലും ഗവർണറുമായിട്ടുള്ള ഈ സന്ധി ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും എന്നല്ല, ആർക്കും തന്നെ, മന്ത്രിസഭയിൽ ആർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. സെക്രട്ടേറിയറ്റിലെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റിലെ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇടത് മുന്നണിക്കും ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ അടിയറവ് എന്തിന് പറഞ്ഞു നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചിന്തിക്കുക.